നമസ്കാരം, സുജാസ് കിച്ചൻ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മാംഗോ പേടയാണ്. മാങ്ങയുടെ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പാനിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങ എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മാങ്ങയെല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അവരവരുടെ മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ പൾപ്പ് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാംഗോ പൾപ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മാംഗോ പൾപ്പ് എടുത്ത പാത്രത്തിൽ വേണം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ 1 പാത്രം മാംഗോ പൾപ്പാണ് ഇതിനകത്തോട്ട് ചേർത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 1.5 പാത്രം പാൽപ്പൊടിയാണ് ചേർക്കേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പാനിൽ നിന്നും ഇത് വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ മാറ്റി കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യും കൂടെ തടവി കൊടുത്തേക്കണം. ഇന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നടുക്കൊരു ഹോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നല്ലതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം പ്രസ് ചെയ്യുക, നടുക്കൊരു ഹോൾ ഇടുക. ഇതെല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലൊരു മാംഗോ പേട തയ്യാറാക്കി നോക്കണം. നമുക്കിഷ്ടമുള്ള നട്ട്സ് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.